ആക്രമിച്ച കേസിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. നടൻ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് നോട്ടീസ് അയച്ചു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ആണ് ചേരുന്നത്. ആജ്ഞ, ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട, അതായത് സ്ത്രീ സംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിൽ ചർച്ച നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോഴിതാ മന്ത്രി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ചർച്ചകളടക്കം നിൽക്കുന്നു. അവിടെ ഈ സർക്കാർ എന്തുകൊണ്ട് അപ്പീൽ നൽകുന്നില്ല? പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഇതിൽ വിധി വന്നതാണ്. അതിനുശേഷം അപ്പീൽ നൽകാൻ വൈകുന്നു എന്ന ആരോപണമൊക്കെ നേരിട്ടിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത സാഹചര്യമുണ്ട്. അതിനിടയിലാണ് സർക്കാർ അപ്പീലുമായി പോയത്. ഇപ്പോഴിതാ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിട്ട സെഷൻസ് കോടതി നടപടിക്കെതിരെയാണ് സർക്കാർ അപ്പീൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന കുറ്റം ആയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് ദിലീപിനെ ഉൾപ്പെടെയുള്ള 4 പ്രതികളെ വെറുതെ വിടുന്നതും മറ്റ് 6 പ്രതികൾക്ക് 20 വർഷം കഠിന തടവ് എന്നുള്ള മിനിമൽ ശിക്ഷ വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പൾസർ സുനി ഉൾപ്പെടെയുള്ള പ്രതികൾക്കെല്ലാം കൂടുതൽ ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുണ്ട്. അതുമാത്രമല്ല, ദിലീപിനെ ഗൂഢാലോചന കുറ്റത്തിൽ പ്രതിയാക്കിയതിൽ നിന്നും ഒഴിവാക്കിയത് അങ്ങേയറ്റം രൂക്ഷമായി തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സർക്കാർ അങ്ങേയറ്റം രൂക്ഷമായാണ് അതിനെ വിമർശിച്ചതും. വലിയ വിമർശനമായിരുന്നു ആ സമയത്ത്. നമുക്കറിയാം, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് എതിരെ ഉണ്ടായിരുന്നത് വലിയ സോഷ്യൽ മീഡിയ ആക്രമണവും വലിയ വിവാദവുമായിരുന്നു. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പുറത്തു വരുമ്പോൾ ഉണ്ടായിരുന്നത്. അതേസമയം 1700 പേജുള്ള വിധി പകർപ്പ് വായിച്ച് പഠിച്ച അത്രയും സമയം വേണ്ടിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അപ്പീല് നൽകാനുള്ള വൈകിയ ഒരു സാഹചര്യം കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം അപ്പീല് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി SHO വഴി ദിലീപ് അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസും ഇതുമായി ബന്ധപ്പെട്ട് അയച്ചിട്ടുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിജീവിതയ്ക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗോടുകൂടി ആ സമയത്ത് വലിയ വിവാദമായിരുന്നു, വലിയ പിന്തുണയായിരുന്നു അതിജീവിതയ്ക്ക് ഉണ്ടായിരുന്നതും. ജഡ്ജിനെതിരെ വലിയ വിവാദവുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ദിലീപിനെ വെറുതെ വിട്ട നടപടിയുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൌലോസിനെതിരെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ അങ്ങേയറ്റം വിമർശനാത്മകമായി തന്നെയാണ് പ്രോസിക്യൂഷൻ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ജഡ്ജിന്റെ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും ഈ നടിയുടെ അഡ്വക്കേറ്റ് മിനി, TB മിനി ഇതുമായി ബന്ധപ്പെട്ട് അവരെ നടിയുടെ അഭിഭാഷക എന്നുള്ള തരത്തിൽ തന്നെ അപമാനിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി ഈ അപ്പീൽ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട, അതായത് ജസ്റ്റിസ് ഹണിയ വർഗീസിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കെതിരെയുള്ള വിമർശനങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അതുപോലെ ഈ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി SHO വഴിയാണ് നോട്ടീസ് അയച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ആണ് കീഴ്ക്കോടതി വിധിക്കെതിരെ ഇപ്പോൾ ഹർജി നൽകുകയും ആ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.